ഗാസ അധിനിവേശം തുടരുകയാണ്. വലിയ തോതിൽ ആളുകളെ കൊല്ലുന്ന പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു പോയിന്റ് ബ്ലാങ്കിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വെടിവെച്ചു വന്ന വാർത്തയടക്കം നമ്മൾ കണ്ടു. പുറത്തു വയ്ക്കുന്ന പല വാർത്തകളുണ്ട്. ഇപ്പോൾ ഇസ്രായേലി പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇസ്രായേൽ ഒരു വെടിനിർത്തലിന് മധ്യസ്ഥ രാജ്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇന്നിപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഇസ്രായേൽ സൈന്യം നമ്മുടെ പോക്ക് അപകടത്തിലൂടെയാണ് എന്ന് വിലയിരുത്തുന്നു. വല്ലാതെ പരിഭ്രാന്തരാണ് അവർ. നമ്മൾ കരയുദ്ധത്തിലേക്ക് കടന്നപ്പോൾ അത് ഏരിയൽ ബോംബാർഡ്മെൻറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന നേട്ടം ഇപ്പോൾ ഇല്ല. വലിയ സൈനികർ കൊല്ലപ്പെടുന്നു. ആശുപത്രികളുടെ കണക്കും ഇസ്രായേൽ സൈന്യം പറയുന്ന കണക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈനികർക്ക് പരിക്കേൽക്കുന്നതും കൊല്ലപ്പെടുന്നതുമൊക്കെ. അപ്പോൾ വലിയ തോതിലുള്ള കാഷ്വാലിറ്റി ഇസ്രായേൽ സൈന്യം അവിടെ അനുഭവിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് കരയുദ്ധത്തിന്. പക്ഷേ ഫൈനലി യുദ്ധം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ജോ ബൈഡൻ ഈ നിങ്ങളുടെ വിവേചനരഹിതമായിട്ടുള്ള നിങ്ങളുടെ ഈ ആക്രമണമാണ് മൊത്തം ലോകത്തിൻ്റെ പിന്തുണ നഷ്ടമാക്കിയത്. ഈ ലോകത്തിൻ്റെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ പറയുന്നു. അങ്ങനെ ആകപ്പാടെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നില എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യമാണ്. എന്നും പറഞ്ഞ പോലെ ആൾക്കാരെ കൊല്ലുന്നത് നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു യുദ്ധവിജയത്തിലേക്ക് അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ദൗസാവിന് തോന്നുന്നതാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ. ഇപ്പോൾ നോക്കൂ, സൈന്യം പറയുന്നത് നമ്മൾ ഒരു ടഫ് സ്പേസിൽ നിൽക്കുന്നുവെന്നാണ്. പ്രതിരോധ മന്ത്രി പോലും ആ നിലയ്ക്ക് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കമൻറ്റ്സ് പറയുന്നു. അമേരിക്ക ചിലതൊക്കെ പറയുന്നത് കേൾക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ് ഇത്. അവർ അത്രമേൽ ബാറ്റ്ലി നീഡഡ് എന്ന് പറയാവുന്ന. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ സാധാരണ ഇസ്രായേലിൻ്റെ ഒരു നയം നമ്മൾ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത് അവിടുത്തെ പ്രധാനമന്ത്രി പറയുന്നതെന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള മെസ്സേജസാണ് ഇസ്രായേലി ലീഡർഷിപ്പിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ മൊസാദിൻ്റെ ചീഫ് ഖത്തറിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെ പോയി ചർച്ച നടത്താൻ വേണ്ടി വാർ ക്യാബിനറ്റ് ചേർന്നിട്ട് അയാളെ യാത്ര മുടക്കി. മിനിയാന്ന് അവിടുത്തെ പത്രമായ ഹാരറ്റ്സിൽ വാർത്ത വരികയാണ്, ഇസ്രായേൽ ഈജിപ്തിനെയും ഖത്തറിനോടും ഇസ്രായേൽ ആവശ്യപ്പെട്ടു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ ഹമാസുമായിട്ട് സംസാരിച്ചിട്ട് ഒരു വെടിനിർത്തൽ സംഘടിപ്പിച്ച് തരൂ എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടതായി ഇസ്രായേലിൻ്റെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് മിനിയാന്ന്. ഇന്നലെയാണ് മൊസാദ് ചീഫിൻ്റെ യാത്ര തടയുന്നത്. ഇന്ന് നമ്മൾ വരുമ്പോൾ ഹാരറ്റ്സിൽ ഇപ്പോൾ ലീഡ് വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈജിപ്തിനെ സമീപിച്ചു, ഇസ്രായേൽ സമീപിച്ചു, നിങ്ങളൊരു വെടിനിർത്തൽ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതെന്ന് മനസ്സിലാവുന്ന എന്താണ്, അതിനിടയിലാണ് നിഷാദ് പറഞ്ഞ ഒരു ഗാലൻസിൻ്റെ പ്രസ്താവന വരുന്നു, നെതന്യാഹുവിൻ്റെ പ്രസ്താവന വരുന്നു, ഒരു പരിപാടിയില്ല, ഇത് ഫിനിഷ് ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാവുന്നൊരു കാര്യം, അവർ ഡിവൈഡഡ് ആണ്, ഇസ്രായേലി ലീഡർഷിപ്പ് ഡിവൈഡഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ മിലിറ്ററി ലീഡർഷിപ്പ് IDF-ഉം മൊസാദും ഈ പരിപാടി നിർത്തണം, ഇങ്ങനെ പോയാൽ നടക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം എന്ന് നിർത്തുന്നുവോ അന്ന് അങ്ങേര് കസേരയിൽ നിന്ന് ഇറങ്ങണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഗാലൻസിൻ്റെ പ്രശ്നം എന്താണ്? ഗാലൻസിന് ഉറപ്പാണ് നെതന്യാഹു ഈ കസേരയിൽ അധികാരം ഉണ്ടാവില്ല. അപ്പോൾ ആ കസേരയിൽ കണ്ണു വെച്ചിരിക്കുന്നതാണ് ഗാലൻ. അങ്ങേരെ സംബന്ധിച്ച് ആ കസേരയിൽ കയറിയിരിക്കാൻ വളരെ പ്രധാനമാണെന്ത്, ഹമാസിന് മുമ്പിൽ കീഴടങ്ങിയ ഒരു പ്രതിരോധ മന്ത്രി എന്ന ഇമേജുമായിട്ട് ആ കസേരയിൽ പോയിരിക്കാൻ പറ്റില്ല. യുദ്ധവിജയം വേണം. അതിനെക്കുറിച്ച് എഗൻ ഹാരറ്റ്സ് അത് പ്രത്യേകമായി ഇന്നലെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിക്ടറി ഇമേജ് എങ്ങനെ സംഘടിപ്പിക്കും. അതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ അമേരിക്കയുടെ ഇറാഖ് അധിനിവേശ സമയത്ത് ഈ സദാം ഹുസൈൻ്റെ പ്രതിമ താഴേക്ക് തള്ളിയിടുന്നുണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ട്. അതാണ് അതിൻ്റെ ഒരു വിക്ടറി ഇമേജായിട്ട് വന്നത്. അപ്പോൾ ഒരു വിക്ടറി ഇമേജ് എന്നുള്ളത് വളരെ പ്രധാനമാണ് പബ്ലിക് പെർസെപ്ഷനിൽ. അപ്പോൾ അതിൽ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, 2005 ലെബനൻ യുദ്ധത്തിൽ ഒരു വിക്ടറി ഇമേജ് സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ച നടക്കുന്നു. അപ്പോൾ ഒരു അഭിപ്രായം വന്നു, എത്ര ഹസൻ നസ്രള്ളയുടെ ഒരു പ്രതിമ നമുക്ക് ഉണ്ടാക്കാം ഏതെങ്കിലും ലെബനാൻ ഗ്രാമത്തിൽ, എന്നിട്ട് നമുക്ക് പോയിട്ട് അത് പിടിച്ചിടാം എന്നൊരു അഭിപ്രായം അവരുടെ മീറ്റിങ്ങിൽ വന്നു. അപ്പോൾ ആരും പറഞ്ഞു, അത് പറ്റില്ല, ഇവർ പ്രതിമ ഉണ്ടാക്കുന്ന ടീമല്ല ഹസൻ നസ്രള്ളയുടെ. ഇസ്രായേലി പത്രത്തിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിക്ടറി ഇമേജ്, എന്തെങ്കിലും ഒരു വിക്ടറി ഇമേജ് ഗസയിൽ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് അവരാലോചിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ലോജിക്കൽ റീസൺ പറയണമല്ലോ. എന്താ പറയുക, ഗസയിലെ പാർലമെൻറ്റ് പൊളിച്ചാൽ മതി. ആ പാർലമെൻറ്റ് പൊളിച്ചു എന്ന് പറയുമ്പോൾ ആ പാർലമെൻറ്റ് പൊളിച്ചിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത ആ പട്ടാൾക്കാരില്ലേ, അവരാണ് മിനിയാന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ ഒരു ഓണറബിൾ എക്സിറ്റ് എന്ന് പറയുന്നൊരു സംഭവം വളരെ പ്രധാനമാണ്, സൈക്കോളജിക്കലി വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിൽ അങ്ങേയറ്റം കൺഫ്യൂസ്ഡ് ആണ്.
നോക്കൂ, ഈ സമയത്ത് പോലും എന്താണ് ഞാൻ പ്രേക്ഷകർക്ക് ഞാൻ ഒരു പേര് പറയാം, റോജർ ആൽഫർ എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. ഈ റോജർ ആൽഫർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലി അനലിസ്റ്റാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ്. അങ്ങേര് എഴുതിയ ഡസൻ കണക്കിന് ആർട്ടിക്കിൾസ് ഉണ്ട് ഹാരറ്റ്സിൽ. അത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ആ ആർട്ടിക്കിൾസിൻ്റെ പൊതുവായ പ്രമേയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ ഈസ് ബ്രീത്തിങ് ദ ലാസ്റ്റ് ബ്രെത്ത് എന്നുള്ളതാണ്. നമ്മൾ ഈ രാജ്യത്തെ എന്തു ചെയ്യും, നമ്മളിത് എന്തു ചെയ്യും, നമുക്കിതിനെ വിൽക്കാൻ പറ്റുമോ? ഒരു ലേഖനം എന്താ ചോദിക്കും, നമുക്ക് ഈ രാജ്യത്തെ വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ ഒരു രാജ്യം രൂപീകരിക്കപ്പെട്ടിട്ട് 75 വർഷമായിട്ടും അവർ എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ്, എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നൊരു സംഗതിയെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിർണായകമായൊരു സന്ദർഭമാണിത്. ഇപ്പോൾ ഗസയിൽ നമുക്ക് പറയാം വെടിനിർത്തണം, അന്താരാഷ്ട്ര സമൂഹത്തിന് പറയാണ് വെടിനിർത്തണം, നിർത്തിപ്പോകണം, അത് പറയാൻ സൗകര്യമാണ്. പക്ഷെ നിർത്തിയാൽ എന്താ സംഭവിക്കുക? ഈ ഇച്ചിരി പോയിരുന്ന ഹമാസിനോട് യുദ്ധം ചെയ്തിട്ട് അവർ പറയുന്നു ഒരു ടാർഗറ്റ് നേടാതെ ഇത് നിർത്തിപ്പോരുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിൻ്റെ, ഇസ്രായേലിൻ്റെ ഫൗണ്ടേഷൻ ഒലക്കുക എന്നുള്ളതാണ്. അതാണ് പറഞ്ഞ ഒരു ഓണറബിൾ എക്സിറ്റ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പിടിവള്ളി ലഭിക്കാതെ ഇതെങ്ങനെ പുറത്ത് കിടക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അതിൽ ചുരുങ്ങി സിൻവാറിനെ തട്ടാൻ പറ്റിയാൽ മതി. അതൊരു സ്ഥിരം പറയുന്നതാണ്. ഇപ്പം നെതന്യാഹു എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കുറേ ഫലസ്തീനികൾ ഒരു സ്കൂളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അതിൽ UN ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, അവിടെ സ്കൂളിൽ കിടന്നുറങ്ങാൻ വന്ന ആളുകളുണ്ട്. അവന്മാരൊക്കെ പിടിച്ചിട്ട് എല്ലാത്തിനും തുണി അയപ്പിച്ചു. അവരെ അടിവസ്ത്രം ഉടുപ്പിച്ചിട്ട് പടം എടുത്തു. എന്നിട്ട് തന്നെ ഹമാസ് കമാൻഡേഴ്സ്, ഹമാസ് പോരാളികൾ കീഴടങ്ങാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നെതന്യാഹു പറയാണ്, നിങ്ങൾ സിൻവാറിനെ കാത്തു നിൽക്കേണ്ട, അയാൾ നിങ്ങളെ പറ്റിക്കും, അപ്പോൾ നിങ്ങൾ വേഗം കീഴടങ്ങിക്കോളി എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് സിൻവാറിൻ്റെ കുട്ടികൾ ഇത്രയും പട്ടാളക്കാരെ തട്ടിയെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സിൻവാറിനെ തട്ടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലീഡറെ തട്ടുക, അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഓണറബിൾ എക്സിറ്റ് ഞങ്ങൾ മുഴുവൻ തകർത്തു എന്ന് പറയാമായിരുന്നു. അതില്ല. ഒരു ബന്ദിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം അബൂബൈദ പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ ശക്തികൾ ഒന്നിച്ച് വന്നാലും ഒരു ബന്ദിയെയും നിങ്ങൾക്ക് പിടികൂടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്താണ് പറയുന്നത്? വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു കൺഫ്യൂഷൻ, ഇതെങ്ങനെ ഒരു ഓണറബിൾ എക്സിറ്റ് എങ്ങനെ ലഭിക്കും എന്ന ചിന്തയാണ് ഇസ്രായേലി ലീഡർഷിപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പരസ്പര വിരുദ്ധമായുള്ള വാർത്ത. അടിസ്ഥാനപരമായി അവർക്കിത് നിർത്തണം, പക്ഷേ അത് അന്തസ്സോടുകൂടി എന്തെങ്കിലും ഒരു സംഗതി ജനങ്ങളോട് ചുരുങ്ങിയ സ്വന്തം നാട്ടുകാരോടെങ്കിലും പറയാവുന്ന ഒരു റീസൺ വെച്ചിട്ട് നിർത്തണം. ആ റീസൺ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇസ്രായേൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, രാജ്യം എന്താവുന്നു? ഈ യുദ്ധം ഇത് തുടങ്ങിയ സമയത്തുണ്ടല്ലോ, യുദ്ധം നീണ്ടുപോകും, മാസങ്ങളോളം നിൽക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 2024 എന്ന് പറഞ്ഞ വേറൊരു പ്രത്യേകതയുണ്ട്, വരാൻ പോകുന്ന വർഷം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുണ്ട്, ICC. 2 കോടതിയുണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുണ്ട്, ഒന്ന് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഉണ്ട്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഈ വാർ ക്രൈംസിൽ അന്വേഷണം തുടങ്ങി കഴിഞ്ഞാൽ അവർ പ്രോസിക്യൂട്ടർ, അത് ഇസ്രായേലിൻ്റെ ഈ ICC തുടങ്ങിയതിന് ശേഷം, ഇസ്രായേൽ നിലവിൽ നിന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഗ്ലോബൽ ലെവലിലുള്ളൊരു ബോഡി അവർക്കിതൊരു അന്വേഷണം നടത്തുക എന്നുള്ള ചെറിയ കാര്യമല്ല. അടുത്ത വർഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവും ഇസ്രായേൽ ഏതോ അർത്ഥത്തിൽ ഒരു നിയമത്തിന് മുമ്പിൽ ബൈൻഡിങ്ങായി കൈകെട്ടിക്കാൻ പോവാണ്. അത് അതിലെന്തെങ്കിലും കണ്ടെത്തി അവരെ തൂക്കിക്കൊല്ലുക എന്നുള്ളതല്ല പ്രശ്നം. ഒരു അന്താരാഷ്ട്ര വേദിയിൽ അവർ യുദ്ധക്കുറ്റത്തിന് വേണ്ടി വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് അടുത്ത വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ ലീഗലി ബൈൻഡിങ് ഒന്നുമല്ല. അവർ എന്തെങ്കിലും കണ്ടെത്തിയാൽ തന്നെ നടപ്പാക്കാൻ, എൻഫോഴ്സ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ അതൊരു ഒരു ആഗോള തർക്കപരിഹാര കോടതി എന്നുള്ള നിലയിൽ തന്നെ ഇസ്രായേലിൻ്റെ ഒക്യുപ്പേഷനെ കുറിച്ചുള്ള നടപടികൾ, അത് വിചാരണ നടപടികൾ അവിടെയും തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ 2 കോടതികളിലായി, 2 ഗ്ലോബൽ കോടതികളിലായി ഇസ്രായേൽ ഒരു ഒക്യുപ്പേഷണൽ ഫോഴ്സാണ് എന്ന കാര്യമെങ്കിലും തീർപ്പ് കൽപ്പിക്കാൻ പോകണം. UN അത് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. UN പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറൊരു തരത്തിൽ അത് വലിയൊരു തിരിച്ചടി ഇസ്രായേലിന് നൽകാൻ പോവുകയാണ്. അതുകൊണ്ട് നാളെ നെതന്യാഹുവിനെ പിടിച്ച് തൂക്കി കൊല്ലും, അങ്ങനെയൊന്നും വിചാരിച്ച കാര്യമില്ല. അങ്ങനെ നടക്കാനേ പോകുന്നില്ല. അമേരിക്ക അതിശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇരിക്കുന്ന നെതർലാൻഡ്സിലെ ഹേഗിലാണ്. അപ്പോൾ ഈ അമേരിക്കയ്ക്കെതിരെ ഏതെങ്കിലും കേസിൽ, യുദ്ധക്കുറ്റത്തിൽ ഈ ICCയിൽ എന്തെങ്കിലും ഒരു കേസ് വന്നു, അതിലെന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ, അങ്ങനെ വന്നാൽ ഈ നെതർലാൻഡ്സിലെ ഹേഗ് ആക്രമിക്കാവുന്ന ഒരു നിയമം അമേരിക്ക പാസ്സാക്കിയിട്ടുണ്ട്.
അതായത് ഈ കോടതി ഇരിക്കുന്ന സ്ഥലം വേണി ആക്രമിച്ച് കീഴടക്കാവുന്ന ഒരു നിയമം. പക്ഷേ ഈ ഗസ ഇതിനകത്ത് ബൈഡനെതിരെ ICC കേസ് നടത്താനുള്ള ചില നീക്കങ്ങൾ ചില ആളുകൾ അല്ല, അത് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2024 ലീഗലി ഫലസ്തീനെ സംബന്ധിച്ച് ഒരു പോരാട്ടത്തിൻ്റെ വർഷമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ഒറ്റപ്പെടൽ അത് ഉണ്ടാകുന്ന പ്രശ്നം ചെറുതല്ല. ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ കൂടിയാണ് ഇസ്രായേലിനും ഫലസ്തീനെ സംബന്ധിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ശക്തമായ ഒരു രാഷ്ട്രം, ഇത്രയും ശക്തമായ സൈന്യമുള്ളൊരു രാഷ്ട്രം നിരന്തരം തങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ലേഖനം, ഒരു ഹീബ്രുവിലുള്ള ലേഖനം ഇംഗ്ലീഷിലാക്കി വായിച്ചാണ്. അവർ പറയുന്നത്, അവർ വിലപിക്കുകയാണ്. ഒരു തരം ചരിത്രത്തിൽ നിന്ന് അവർ പറയുകയാണ്, ഒരിക്കലും അവർ സിയോണിസ്റ്റുകൾ നടത്തലല്ല, ജൂ എന്ന് പറയുന്ന ഈ ജനവിഭാഗം അവരെപ്പോഴെങ്കിലും സ്വന്തം ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു സ്വന്തം ഒരു ഭരണകൂടമോ സ്ഥാപിച്ചാൽ അത് അധികാരം നിൽക്കാറില്ല. ഏറ്റവും കൂടുതൽ നിൽക്കുക ഒരു 80 വർഷമാണ്. 80 വർഷത്തേക്കുള്ള ഒരിക്കലും നിന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതിപ്പോൾ ഈ ബൈബിളിൽ പറയുന്ന രാജാക്കന്മാരുടേതാണെങ്കിലും പിന്നീട് ഈ യഹൂദ ഗോത്ര വിഭാഗത്തിൻ്റെതാണെങ്കിലും നിലനിൽക്കില്ല. നമ്മളും അങ്ങനെ ഒരു സമയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 75 വർഷമായി, ഇനി 5 വർഷം കൂടി നമ്മൾ നിലനിൽക്കുള്ളൂ എന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ നിലവിൽ തന്നെ ആളുകൾ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത്തരം ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ്. അതുകൂടാതെ ആഗോളതലത്തിൽ അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യു കെ വിദേശകാര്യമന്ത്രി, പഴയ പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൺ. അദ്ദേഹം ഇന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഒരല്പം മുമ്പ്. അതായത് വയലൻറ്റ് സെറ്റിലേഴ്സ്, അതായത് ഈ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും കടന്ന് അക്രമം കാണിക്കുന്ന സെറ്റിലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് UK ഇനി മുതൽ വിസ നൽകില്ല എന്നാണ് അവർ കൂടുതൽ. അതേ സാധനം തന്നെ US പറഞ്ഞിരുന്നു. എന്താണ് അതിനർത്ഥം? ഒരു യുദ്ധത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ പോലൊരു രാജ്യത്തിലെ വയലൻറ്റ് സെറ്റിലേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെഫിനിഷനിൽ ഒരുപക്ഷെ ഈ ഇസ്രായേൽ സിറ്റിസൺസ് എല്ലാം വരും. അവർക്ക് ഞങ്ങളിനി വിസ നൽകില്ല എന്ന് ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട സമയത്ത് ഡേവിഡ് കാമറൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അത് വ്യാഖ്യാനിക്കുന്നതാണ് ഇസ്രായേൽ കൂടുതൽ ലോകവേദികളിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ആ നിലയ്ക്കുള്ള ക്രൈസിസ് തന്നെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നുണ്ട്.